വിമാനത്താവളത്തിന് നേരെ ആക്രമണ ശ്രമം. 2 ഡ്രോണുകൾ വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണു. 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ്, ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണെങ്കിലും പ്രവാസി മലയാളികളെ പാനിക്കാക്കാതെ ഈ വാർത്ത നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്താണ് ദുബായിൽ വിമാനത്താവളത്തിലെ ആക്രമണം സംബന്ധിച്ച് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ? ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? തീർച്ചയായും ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നിരവധി തവണ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് സ്വാഭാവികമായി ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദുബായ് എയർപോർട്ടിന് സമീപമാണ് ഇന്ന് സമാനമായ രീതിയിലൊരു ആക്രമണ ശ്രമം ഉണ്ടായത്. പക്ഷേ അത് 2 ഡ്രോണുകൾ ഇത്തരത്തിൽ ദുബായ് എയർപോർട്ടിന് സമീപത്ത് തകർന്നു വീണതായിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. 4 പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 ഡ്രോണുകളും വ്യോമപ്രതിരോധ മന്ത്രാലയം വെടിവെച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ പരിക്കേറ്റ 4 പേരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് എന്നുള്ള കാര്യമാണ് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെയും കഴിഞ്ഞ മണിക്കൂറുകളിലും ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പ്രതിരോധിക്കാൻ അതാത് രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇറാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങളടക്കം തടയാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ദുബായ് വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണ ശ്രമവും ഇപ്പോൾ തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലേക്കും ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണവും അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നും നിരവധി പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം ഇരു രാജ്യങ്ങളും പരസ്പരം ഡ്രോൺ ആക്രമണങ്ങളും അടക്കം നടത്തിയെന്നുള്ള വിവരങ്ങളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ദുബായ് വിമാനത്താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണ ശ്രമം അത് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. 4 പേർക്ക് പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, എന്തായാലും വ്യോമ ഗതാഗതത്തിന് തടസ്സമില്ലെന്ന് കൂടി അധികൃതർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.